NH66 പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തൃശ്ശൂർ തളിക്കുളം ഭാഗത്താണ് വന്നിട്ടുള്ളത്. ഇവിടുന്ന് നമ്മൾ ചേറ്റുവ പാലത്തിന്റെ അവിടം വരെയാണ് പോകുന്നത്. പുതിയ അപ്ഡേറ്റുകൾ എന്താണെന്ന് നോക്കാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇതാണ് തളിക്കുളം ഭാഗം. തളിക്കുളം ഭാഗത്ത് വന്നിട്ടുള്ള സർവീസ് റോഡിന്റെ ഭാഗം കാണാം. നമുക്ക് നേരത്തെ ഇവിടെ കുറച്ച് വീതിയൊക്കെ ഉള്ള ഒരു ഭാഗം തന്നെയാണ്. അതുകൊണ്ട് സർവീസ് റോഡാണ് ഈ കാണുന്നത്. പഴയ റോഡാണ് ആ കാണുന്നത്. പഴയ റോഡിലൂടെ തന്നെയാണ് വാഹനങ്ങളൊക്കെ പോകുന്നത്. ഇപ്പൊ ഇത്രയും ഭാഗം ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇനി വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമാണ് ഇതിലെ വാഹനങ്ങൾ കടന്നു പോവുക. ഇവിടെ വലിയൊരു അണ്ടർപാസ് ഒക്കെ വന്നിട്ടുണ്ട്. അണ്ടർപാസിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉൾവശത്തൊക്കെ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞത് കാണാം നമുക്ക്. ഇനി താഴ്ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിന്റെ വർക്കുകൾ, ടാറിങ് അങ്ങനെയുള്ള വർക്കുകളൊക്കെ കഴിയാനുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്കിനി ചേറ്റുവ ഭാഗത്തേക്കാണ് പോകാനുള്ളത്. ഇതിന് താഴ്ഭാഗത്തൊക്കെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത് ഇങ്ങനെ കിടക്കുകയാണ്. ഇനി വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയാൽ മാത്രമാണ് ഇവിടത്തെയൊക്കെ ഒരു എങ്ങനെയാണ് ഡിവൈഡറുകൾ കൊടുക്കുക, എങ്ങനെയാണ് വർക്കുകൾ കംപ്ലീറ്റ് ആയാലുള്ളതെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുവഴിയാണ് ഇനി പോകാനുള്ളത്. ചേറ്റുവ ഭാഗത്തേക്കാണ് പോകുന്നത്. പോയി നോക്കാം അങ്ങോട്ട്. തളിക്കുളത്തേനെ കുറച്ച് മുന്നോട്ട് വരുന്ന ഭാഗത്ത് വരുന്ന ഒരു അണ്ടർപാസ് ആണ്. എന്താണ് കറക്റ്റ് എനിക്ക് ഇവിടുത്തെ പേരൊന്നും മനസ്സിലാവാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ബോർഡിലൊക്കെ കാണുന്നത് തളിക്കുളം തന്നെയാണ്. ഏകദേശം ഒരു കിലോമീറ്റർ മുന്നോട്ട് വരുമ്പോൾ കാണുന്ന ഒരു അണ്ടർപാസ് ആണ്. ഇവിടെ വർക്കുകളൊക്കെ അണ്ടർപാസ് കഴിഞ്ഞ് നല്ല രീതിയിൽ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞ് കാണാൻ നമുക്ക് വർക്കേഴ്സൊക്കെ താമസിക്കുന്ന ഇതിൻ്റെ താഴ്ഭാഗത്തേനെയാണ്. അപ്പോൾ മണ്ണ് ഫില്ലിംഗ് ആണ് ഇനി മുകളിലൊക്കെ നടക്കാനുള്ളത്. അധിക ഭാഗങ്ങളിലും മണ്ണ് ഫില്ലിങ് നടക്കാനുണ്ട്. ഈ സ്ലാബും ഇതുപോലുള്ള അണ്ടർപാസുകളും തമ്മിൽ ജോയിന്റിങ് വർക്കുകൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെ നടക്കാനുണ്ട്. ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം സർവീസ് റോഡിന്റെ വർക്കുകൾ ഒട്ടും ചെയ്തിട്ടില്ല. ഈ ഭാഗത്തൂടെ അങ്ങോട്ട് വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റാത്തൊരു രീതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൂടെ ഉള്ള റോട്ടിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. അതുപോലെ നമുക്ക് ഇതുവഴിയും കടന്നു പോവാം. ഇപ്പം നമ്മൾ കണ്ട അണ്ടർപാസ് കഴിഞ്ഞ് വരുന്ന ഭാഗത്താണ് ഇത്. ഇവിടുന്ന് അങ്ങോട്ട് മണ്ണ് ഫില്ലിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്രാഷ് ബാരിയർ കൊടുക്കുന്ന വർക്കുകൾ നടക്കുന്നുണ്ട്. ഇതാണ് വാടാനപ്പള്ളി ബൈപ്പാസ്. വാടാനപ്പള്ളി ബൈപ്പാസിൽ സെൻട്രൽ ഭാഗത്തേന് ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ വർക്കൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഭാഗം റോഡ് വർക്കൊക്കെ കഴിഞ്ഞ് ടാറിങ് ചെയ്ത് കാണാം മുൻവശത്ത്. ഇവിടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടന്നു പോകുന്ന ഒരു ജംഗ്ഷനാണ്. ഇവിടെ ഒരു അണ്ടർപാസോ ഓവർപാസോ ഒന്നും കൊടുത്തിട്ടില്ല. ഇനി ഇവിടെ അടക്കാനാണ് സാധ്യത. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ തളിക്കുളം എന്ന ഭാഗത്ത് ബോർഡൊക്കെ വെച്ച് അവിടെയാണ് ഈ റോട്ടിലേക്കൊക്കെ കടന്നു പോകാനുള്ള വഴി. അപ്പൊ ഈ ഭാഗത്തുള്ള പ്രവാസി സുഹൃത്തുക്കളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ നാടിന്റെ കാഴ്ചയാണ് കാണുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ഇനി വർക്കുകൾ വളരെ കൂടുതൽ വർക്കുകൾ ചെയ്യാനുണ്ട്. സർവീസ് റോഡ് ചില ഭാഗങ്ങളിലൊക്കെ സർവീസ് റോഡിന്റെ നിർമ്മാണം നടക്കുന്നുള്ളൂ. ബൈപ്പാസുകളിൽ എല്ലാ ഭാഗത്തും സർവീസ് റോഡുകൾ ഇല്ല. നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസിൽ ഫുള്ളായിട്ട് വരുന്നില്ല. അതേപോലെ തന്നെ കോട്ടക്കൽ ബൈപ്പാസിൽ ഹൈവേയിലേക്ക് കയറി വരുന്ന ഭാഗത്ത് മാത്രമാണ്, അതുപോലെ ഇറങ്ങി പോകുന്ന ഭാഗങ്ങളിൽ മാത്രമാണ് സർവീസ് റോഡ് വരുന്നത്. അപ്പൊ ഈ ഭാഗത്തൊക്കെ അധികമായിട്ട് ഉപയോഗിക്കുന്ന സ്ലാബുകളാണിത്. ഇതിവിടെയൊക്കെ സ്റ്റോക്ക് ചെയ്ത് കാണാം നമുക്ക്. കുറച്ച് ഭാഗങ്ങളിലൂടെയൊക്കെ അറിയുന്ന ആളുകൾ ഇതുവഴിയൊക്കെ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വേഗത്തിൽ ടൗണിനെ ടച്ച് ചെയ്യാതെ പോകാൻ പറ്റുന്ന വഴിയാണ്. അപ്പൊ നമുക്ക് മുന്നോട്ടുള്ള ഭാഗത്തേക്ക് പോയി നോക്കാം എവിടെയൊക്കെയാണ് ഇനി വർക്കുകൾ നടക്കാനുള്ളത്. അപ്പൊ ചേറ്റുവ വരെ പോകുന്നുണ്ട്. ചേറ്റുവ പാലത്തിന്റെ അടുത്ത് വരെ പോകുന്നുണ്ട്. കിലോമീറ്ററുകൾ ദൂരം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വാടാനപ്പള്ളി ബൈപ്പാസ്. അതുകൊണ്ട് എവിടെ നിർത്തിയിട്ട് നിങ്ങളെ കാണിക്കണം എന്ന് എനിക്കറിയില്ല. അത്രത്തോളം ദൂരത്തിൽ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ വരുന്ന ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളാണ് ഇവിടെ ഇപ്പോൾ ഇനി ചെയ്യാനുള്ളത്. ഇവിടെയൊക്കെ കാണാൻ റോട്ടിൽ നല്ല മണൽ കയറി കിടക്കുന്നുണ്ട്. ഇതുവഴി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ചേറ്റുവ കായലിൽ നിന്ന് എടുത്ത മണലാണ്. അത് വാഹനങ്ങളിൽ നിന്ന് താഴെ വീഴുമ്പോൾ പോകുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ സൈഡിൽ
എല്ലായിടത്തും മണലാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ മണ്ണാണെങ്കിൽ ഇത്രയും മണ്ണായിരിക്കും റോഡിൽ കാണുക. ഇവിടെ മണലായതുകൊണ്ട് മണലടിച്ച് കൂടിയിട്ടുണ്ട്. ഇപ്പം സെൻറ്ററിൽ കുറച്ച് ഭാഗങ്ങളിലൊക്കെ വരുന്ന വഴിയിലൊക്കെ കണ്ടു ക്രാഷ് ബാരിയറിന് പെയിൻറ് ചെയ്യുന്നത്. ഇവിടെ കുറച്ച് ഭാഗങ്ങളിൽ ക്രാഷ് ബാരിയറിന് പെയിൻറ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇങ്ങനെ പെയിൻറ് ചെയ്യാനുള്ളത്. ഇങ്ങോട്ടുള്ള കുറച്ച് ഭാഗങ്ങളിൽ മാത്രം. അവിടെ കുറച്ച് മുന്നേ അവിടെ കണ്ടു ഒരു അണ്ടർപാസ് ഉണ്ട്. ആ അണ്ടർപാസിൻ്റെ ഭാഗത്തൊക്കെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ ചെയ്യാൻ ഉണ്ട്. ഇനി അങ്ങനെ ചില ഭാഗത്തൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ പൊന്നാനി ഭാഗത്തൊന്നും ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊന്നും ക്രാഷ് ബാരിയർ ഒന്നും കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ലോറികളൊക്കെ വരുമ്പോൾ ഈ ഏരിയയിലൊക്കെ റെസ്റ്റ് ഏരിയ ആയി ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ള ഭാഗങ്ങളായിട്ടും ചിലപ്പം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഇനി വരാനുള്ളൂ. ബാക്കിയുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞു എന്ന് പറയാം. ഇവിടുത്തെ മണ്ണുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ, ക്ലീൻ ആക്കി കഴിഞ്ഞാൽ, ഇവിടെ ഒരു തെങ്ങിൻ തോട്ടമൊക്കെ ഉള്ള ഭാഗങ്ങളാണ്. ഈ ഭാഗത്ത് കുറേ തെങ്ങുകൾ ഇങ്ങനെ തല പോയി കിടക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല. അറിയുന്നവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയാലോ. വാടാനപ്പള്ളി ബൈപ്പാസിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ ഫുട് ഓവർ ബ്രിഡ്ജാണ്. വാടാനപ്പള്ളി ബൈപ്പാസ് അവസാനിക്കാറായിട്ടുള്ള ഭാഗത്താണ് വരുന്നത്. കറക്റ്റ് ഇവിടേക്കുള്ള പേരെന്താ അറിയില്ല. ഇവിടെ ബോർഡൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അറിയേണ്ടവർ ഇതിലും കമൻറ്റ് ചെയ്യാം നിങ്ങൾ. അപ്പോൾ ഇവിടെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ തൂണുകളൊക്കെ ഇവിടെ ഫിക്സ് ആക്കുന്നുണ്ട്. പുറത്ത് കാണാം ഇതിൻ്റെ മുകളിലൂടെ വെക്കാനുള്ള ബ്രിഡ്ജ് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. സ്ലാബുകൾ ആയിട്ട് ഇത് വെൽഡ് ചെയ്യുന്ന വർക്കുകളൊക്കെയാണ് നടക്കുന്നത്. ക്രെയിനൊക്കെ ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ കാണാതെ വെൽഡ് ചെയ്ത് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കുകയാണ്. കാണാൻ വർക്കുകളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. വെൽഡിങ്സ് ഒന്നും ഇപ്പോൾ ഇവിടെ കാണുന്നില്ല. വെൽഡിങ് ചെയ്യുന്ന ആളുകളൊക്കെ ഫുഡ് കഴിക്കാൻ പോയതാണ് തോന്നുന്നത്. ഇതാണ് ഇവിടെ. ഇനി ഇങ്ങോട്ടുള്ള ഭാഗത്തേക്കാണ് വെൽഡിങ് ഒക്കെ ചെയ്ത് കൊണ്ടുവരാനുള്ളത്. അതിന് മുന്നേ ഇതിങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്ത് റെഡി ആക്കി എടുക്കുന്ന വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ആ ഭാഗത്ത് ഞാനൊന്ന് സൂം ചെയ്യാം. ആ കാണുന്ന അണ്ടർപാസ് വരുന്ന അവിടം വരെയാണ് വാടാനപ്പള്ളി ബൈപ്പാസ് അവസാനിക്കുന്നത്. അതിൻ്റെ താഴ്ഭാഗത്തൂടെ ഒരു അണ്ടർപാസ് ഉണ്ട്. അണ്ടർപാസിൻ്റെ ഉള്ളിലൂടെ പോയാൽ നമുക്ക് ടൗണിൻ്റെ ഭാഗങ്ങളിലേക്കൊക്കെ പോവാം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടുത്തായിട്ട് വരുന്ന ഭാഗത്തേനാണ് ഈ ഫുട് ഓവർ ബ്രിഡ്ജ് വരുന്നത്. എന്തുകൊണ്ടാണ് അറിയില്ല. ഇവിടെ ഒരു ആളുകളൊന്നും കൂടുതൽ കടക്കുന്നൊരു ഏരിയ ഒന്നും കാണുന്നില്ല. റോഡിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ഏരിയകളൊന്നുമില്ല. ഇതിലും വലിയ ആളുകൾക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പോലും ഇതുവരെ ഫുട് ഓവർ ബ്രിഡ്ജ് വന്നിട്ടില്ല. മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഫുട് ഓവർ ബ്രിഡ്ജിന് അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ അതിനുള്ള വന്നിട്ടില്ല. അണ്ടർപാസ് കൊടുക്കേണ്ട സ്ഥലത്ത് പോലും അണ്ടർപാസ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ ബൈപ്പാസിൽ 2 സ്ഥലത്താണ് ഇപ്പം നമ്മൾ കണ്ടത്. അപ്പോൾ എന്താണെന്ന് അറിയില്ല. ഓരോ ഭാഗത്തും ഓരോ കമ്പനിക്ക് കൊടുത്ത നിർദ്ദേശമനുസരിച്ച് DPRനൊക്കെ അനുസരിച്ചായിരിക്കും വർക്കുകളൊക്കെ ചെയ്യുക. അപ്പോൾ ഇവിടെ 2 എണ്ണമാണ് ഇപ്പോൾ നമ്മൾ ഈ ബൈപ്പാസിൽ കണ്ടത്. അപ്പോൾ ഇനി എങ്ങണ്ടിയൂർ ഭാഗങ്ങളിലേക്ക് അങ്ങോട്ടൊക്കെ പോയി നോക്കാം. ആ ഭാഗത്തൊക്കെ എങ്ങനെയാണ് വർക്ക് എന്ന്. അണ്ടർപാസിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ അടുത്ത് വരുന്ന ഭാഗത്ത് ഇതുപോലെ സ്ലാബിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. സ്ലാബ് വെക്കുന്ന വർക്കുകൾ കാണാം നമുക്ക്. സ്ലാബിന് കുറച്ച് ഭാഗത്ത് പുതുതായിട്ട് സ്ലാബ് വെച്ചിട്ടുണ്ട്. ഇവിടെ മണ്ണ് ഫില്ലിംഗ് ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പഴയ ഒരു കേബിള് ഒക്കെ കാണാം ഇവിടെ വർക്ക് ചെയ്ത് പണ്ടത്തെ. അപ്പം അങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ സ്ലാബുകൾ വെച്ച് ഉയർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് അങ്ങനെ നിറച്ച് കൊണ്ടുവരാനാണ്. മണ്ണുകൾ വരുന്നുണ്ട്. ഇവിടെ അടുത്ത ഭാഗത്തായിട്ടും ഇവിടെ ഒന്നും അങ്ങനെ മണൽ മണ്ണ് കാണുന്നില്ല. താഴ്ഭാഗത്തൊക്കെ നല്ല മണ്ണാനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെയൊക്കെ പെയിന്റ് ഒക്കെ ചെയ്ത് കാണാം നമുക്ക്. ഈ ഭാഗത്തൊക്കെ വാടാനപ്പള്ളി ടൗൺ ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന റോഡാണ്. ഇതിൻ്റെ താഴ്ഭാഗത്തൂടെ ഇവിടുന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് പോകുന്നത് വാഹനങ്ങൾ. ഇവിടുന്ന് അങ്ങോട്ടാണ് ബൈപ്പാസ് തുടങ്ങുന്നത്. ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയും സ്ലാബിൻ്റെ വർക്കുകൾ ചെറിയ രീതിയിൽ തുടക്കമിട്ടിട്ടുണ്ട്. സ്ലാബ് ആവശ്യം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷന് വേണ്ടിയിട്ടുള്ള അവിടുന്ന് കോൺക്രീറ്റ് ചെയ്യുന്ന വർക്കുകളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ കണ്ടില്ല.
ഫൗണ്ടേഷൻ്റെ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യുന്ന വർക്കാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. അവിടെ അതാ ഇങ്ങനെ ഇറ്റാച്ച് ഉപയോഗിച്ച് കോൺക്രീറ്റ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്താണ് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യാനുള്ള ഭാഗങ്ങൾ. അത് കഴിഞ്ഞാൽ മണ്ണ് ഫില്ലിംഗ് ഒക്കെ തുടങ്ങും. ആ ഭാഗത്തൊക്കെ ഇപ്പോൾ നമ്മൾ വന്ന ഭാഗത്തൊക്കെ മണ്ണ് ഫില്ലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചേറ്റുവ ചാവക്കാട് ഭാഗത്തുനിന്ന് വരുന്ന റോഡ്, സർവീസ് റോഡിൻ്റെ ഭാഗം. ഇനി നമ്മൾ പോകുന്നത് എങ്ങണ്ടിയൂർ ചേറ്റുവ ഭാഗത്തേക്ക് പോകുന്നു, ആ വഴി. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് എങ്ങണ്ടിയൂർ ചന്തപ്പടി അണ്ടർപാസിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കാണാം നമുക്ക് ഇവിടെയും മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട്. സ്ലാബിൻ്റെ വർക്ക്, താഴെയുള്ള ഫൗണ്ടേഷൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മണ്ണ് ഫില്ല് ചെയ്ത് മുകളിലേക്ക് ഉയർത്തി കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവിടെയൊക്കെ താഴ്ഭാഗത്ത് നല്ല ഉപ്പും മഞ്ഞൊക്കെ ഉള്ള മണ്ണിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന് ഈ ചേറ്റുവ കായലിൽ നിന്നുള്ള മണൽ ഉപയോഗിച്ചാൽ വർക്കിനൊക്കെ പ്രശ്നമാണെന്നൊക്കെ. ഇവിടെയൊക്കെ ഇവർ താഴ്ഭാഗത്തൊക്കെ കണ്ടില്ലേ, നല്ല മണ്ണേനാണ് ഉപയോഗിക്കുന്നത്. എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് അറിയില്ല. മുകൾ ഭാഗത്തൊക്കെ കുറച്ചൊക്കെ മിക്സ് ആക്കിയിട്ടൊക്കെ മണ്ണിടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകളിലൊക്കെ കേട്ടിരിക്കും, നമ്മുടെ കൊല്ലം ഭാഗത്തൊക്കെ റോഡ് തകർന്നു പോയത് ഇതുപോലുള്ള മണൽ ഉപയോഗിച്ചിട്ടാണ് ഈ റോഡ് തകർന്നു പോയത് എന്നാണ് ഒരു അഭിപ്രായം ആളുകളൊക്കെ പറയുന്നത്. ഇത് ശരിക്ക് ഫില്ല് ചെയ്ത് ഇങ്ങനെ അമർന്ന് നിൽക്കാത്തൊരു മണലും കൂടെ ആയതുകൊണ്ട് അങ്ങനെ പൊട്ടിപ്പോയതാണെന്നൊക്കെ വാർത്തകളിൽ വന്നത്. അപ്പോൾ ഇവിടെ നല്ല മണ്ണേനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉയർത്തി കൊണ്ടുവരാനുണ്ട്. ഇനി ഇത് ജോയിൻറ്റിങ്ങിൻ്റെ വർക്ക്, അങ്ങനെയുള്ള വർക്കുകളൊക്കെ വരാനുണ്ട്. ഉൾവശത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ഇവിടെ കാണാം നമുക്ക് ഇപ്പുറത്തുള്ള സ്ലാബ് കുറേ ഉയർത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്യുന്നതിന് അനുസരിച്ചാണ് വർക്കുകൾ, ഉയർത്തിക്കൊണ്ടിരുന്ന വർക്കുകളൊക്കെ ചെയ്യാനുള്ളത്. ഇതാണ് സർവീസ് റോഡിൻ്റെ ഈ ഭാഗത്തേക്ക് ഉള്ള ഒരു കാഴ്ച. സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞുകൊണ്ടാണ് വാഹനങ്ങൾ ചില ഭാഗത്തൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും കുറച്ചൊക്കെ ഭാഗങ്ങളിലൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ അങ്ങനെ ജോയിൻറ്റിങ് ചെയ്യുന്ന വർക്കിനൊക്കെ ആയിട്ടില്ല. കുറച്ചുകൂടെ സ്ലാബ് ഉയർത്തി കൊണ്ടുവരാനുണ്ട്. ഇവിടെ പെയിൻ്റൊക്കെ ചെയ്ത ഭാഗത്ത് പോലും പോസ്റ്ററുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 5-ാം കല്ല് ഭാഗത്ത് എത്തിയിട്ടുണ്ട്. 5-ാം കല്ല് ഭാഗത്ത് വരുന്ന അണ്ടർപാസ്സാണിത്. അണ്ടർപാസിൻ്റെ താഴ്ഭാഗത്തേക്ക് പോയി നോക്കാം. എല്ലാ ഭാഗത്തും ഇതുപോലെ മണ്ണ് ഫില്ലിംഗ് ആണ് നടക്കുന്നത്. ഒരേപോലെ തന്നെ വർക്കുകൾ, മണ്ണ് കുറവായതുകൊണ്ടാണ് ഇത് വർക്ക് കുറച്ച് ഡിലേ ആവുന്നുണ്ട്. ഒരു സൈഡിൽ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇവിടെയാണ് ഇനി മണ്ണ് ഫില്ല് ചെയ്ത് കൊണ്ടുവരാനുള്ളത്. ഇവിടെ കുറച്ച് മണൽ മണ്ണാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ സ്ലാബുകളൊക്കെ ഒന്ന് ചെരിഞ്ഞു പോയതൊക്കെ പോലെ തോന്നുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല. കണ്ടില്ലേ, ഇവിടുന്നൊക്കെ മണ്ണ് ഫില്ല് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഈ ഭാഗത്ത് പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പെയിൻറ്റിങ് കഴിഞ്ഞ ഭാഗത്ത് അതാ ഇവിടെയും പോസ്റ്റർ ഒട്ടിച്ചു. ഇങ്ങനെയാണ് അണ്ടർപാസിൻ്റെ താഴ്ഭാഗം. അപ്പം നമുക്ക് അടുത്ത ജംഗ്ഷനിലേക്ക് പോവാം, അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പം നമ്മൾ ചേറ്റുവ പാലത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ചേറ്റുവ പാലത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കട്ട വെച്ച് ഉയർത്തി കൊണ്ടുപോകുന്ന ഒരു വർക്കാണ് ഇവിടെ കാണുന്നത്. ഈ ഭാഗത്തും ഇതുപോലെ സ്ലാബിൻ്റെ വർക്കുകൾ വരാനുണ്ട്. ആദ്യം ഓൺ സൈഡിലുള്ള ഭാഗത്തുള്ള വർക്കുകളാണ് ചെയ്യുന്നത്. അതിൻ്റെ തുടക്കം ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു ഓഡിറ്റോറിയം കാണാം. ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ ഉയർത്തി കൊണ്ടുപോകുന്ന വർക്കുകളാണ്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളും വിവരങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.